പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യനില്ല. അതുകൊണ്ട് തന്നെ പലർക്കും പരസ്പരം ദേഷ്യം പിടിക്കുമല്ലോ, പരസ്പരം വേർപിടിക്കും. എന്നെ പോലെ എന്താ ഇയാളാകത്ത്? അങ്ങനെ ആരും വിചാരിക്കരുത്. പലർക്കും മറ്റൊരാൾ വെറുപ്പിടിക്കുക, ഞാൻ വല്ലാതെ അധ്വാനിച്ചല്ലോ, ഇയാളെന്ത് അങ്ങനെ അധ്വാനിക്കാത്ത, അങ്ങനത്തെ ഒരു മനസ്സിലാക്കി ഇല്ലാത്തതുകൊണ്ട് അയാളോട് വെറുപ്പിടിച്ചിട്ട് കാര്യമില്ല, അയാളെ പരമാവധി പറഞ്ഞ് നന്നാക്കണം. ഞാൻ പറയാം, ഉദാഹരണം പറയാം, ഇന്നലെ രാത്രി ഞാൻ 2:30 മണിക്കാണ് ഇവിടെ, 2:30 മണി 3 മണിക്കാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ഞാൻ എത്തിയപ്പോൾ സിറാജുൽ ഹുദയിൽ കയറി ഉറങ്ങുന്നതിന് വരെ നേരെ വണ്ടിയും കൊണ്ട് ഇവിടെ വന്നു. വണ്ടി ഇവിടെ നിർത്തി. 2 ആളുകൾ അവിടുന്ന് ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് പണിയെടുക്കുന്നുണ്ട്, വേറുള്ളവരൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ വന്ന് എന്റെ മോളൊക്കെ കയറി ഇവിടെ ഈ സ്റ്റേജൊക്കെ ഒന്ന് നോക്കി, ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി, എന്നിട്ട് അതിൽ തന്നെ സ്ത്രീകൾ കയറി വരുന്ന സ്ഥലം ഒന്ന് നോക്കി, പുരുഷന്മാർ കയറി വരുന്ന സ്ഥലം നോക്കി, എന്നിട്ട് ഇവിടെ ഒക്കെ ഒന്നായിട്ട് ഞാൻ എന്റെ ക്യാമറയെ പരത്തിയിട്ട് പോയി. രാവിലെ സുബഹി നിസ്കരിച്ച് ഞാൻ റാഷിദ് ബുഖാരിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ മുന്നിൽ തന്നെ കുറെ മുള കൊണ്ടിട്ടിട്ടുണ്ട്, അതൊന്ന് കുട്ടികൾ കൊണ്ട് മാറ്റിക്കണം. ഇതിന്റെ ബേക്കിൽ കൂടി സ്ത്രീകൾക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടാക്കണം. അങ്ങകലെ സ്ത്രീകൾ പോകുന്ന സ്ഥലത്ത് 2 മീറ്റർ വിശാലത ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഉള്ള എല്ലാ അവസാനം ആ കോണിയുടെ ചുവടെ കുറെ പലക വെച്ചിട്ടുണ്ട്. 2 പലക ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. ആ 2 പലക വലിച്ചു കളയണമെന്നും പറഞ്ഞു. ഇന്ന് രാവിലെ റാഷിദ് ബുഖാരിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ ഇതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ആയാൽ? അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ചാൽ നിങ്ങളോടൊക്കെ എനിക്ക് വെറുപ്പ് പിടിക്കും. അതിന്റെ എന്നെ പോലെ എന്താ ഇവരാത്തത് എന്ന് ഞാൻ ചിന്തിച്ചാൽ അത് എനിക്ക് വെറുപ്പ് പിടിക്കും. ഞാൻ അങ്ങനെയല്ല ചിന്തിക്കട്ടെ. ഓരോരുത്തർക്കും പഠിച്ചവൻ കൊടുത്ത കഴിവനുസരിച്ച് ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എല്ലാവരെ പറ്റിയും നല്ലേ വിചാരിക്കണം, ആരെ പറ്റിയും മോശമായി വിചാരിക്കരുത്. അതേസമയം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും വളരെയേറെ എനിക്ക് കൂടുതൽ ചെയ്യണം, കൂടുതൽ സേവനം ചെയ്യണം, കൂടുതൽ ത്യാഗം ചെയ്യണം എന്ന സന്നദ്ധത നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യ സമൂഹത്തിന്, ലോകത്തിന് സേവനം ചെയ്യുന്നവനാവുക. മനുഷ്യന് മാത്രം സേവനം ചെയ്താൽ പോരാ. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ പതിവാണ്, വേനൽക്കാലത്ത് എന്റെ വീട്ടിൽ വെള്ളം 2 മാസം ഉണ്ടാവില്ല. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം കോരിയെടുത്ത്, അന്ന് കറണ്ടൊന്നുമില്ല, വെള്ളം കോരിയെടുത്ത് പാത്രത്തിലാക്കി തലയിൽ വെച്ചിട്ട് ഉമ്മാക്ക് സഹായത്തിനു വേണ്ടി വീട്ടിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് നിറച്ചു കൊടുക്കും. അങ്ങനെ നിറച്ചു കൊടുത്ത ഒരു പാത്രത്തിൽ മൂടാൻ മറന്നുവരുന്നെങ്കിൽ കാക്കയും പക്ഷികളൊക്കെ വന്ന് കൊക്കിട്ട് കളയും. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കാക്കക്കും പക്ഷികൾക്കൊക്കെ വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കോരി വെച്ച വെള്ളത്തിൽ കൊക്ക് ഇടുകയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവർക്ക് വെള്ളം കിട്ടണ്ടേ, അതിന് കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്നോട് മൂടാൻ മറന്നുപോയാൽ ഞാൻ കൊണ്ടുവച്ച അതൊക്കെ കാക്ക കൊക്കിട്ട വെള്ളമായി പോകും. ഞാൻ എന്ത് ചെയ്തു? അവൾക്ക് വെള്ളം കിട്ടണ്ടേ? ഞാൻ ചിരട്ടകൾ എടുത്തു. ഉണ്ടായ സംഭവം പറയാം. ചിരട്ടകൾ എടുത്തിട്ട് എന്റെ പറമ്പിൽ പല സ്ഥലത്തും, എന്റെ ബാപ്പയും ഉമ്മയും താമസിച്ച എന്റെ പഴയ വീടുള്ള പറമ്പ് 2 ഏക്കറുള്ള സ്ഥലമുണ്ട്. അതിൽ പല ഭാഗത്തും മനുഷ്യൻ കൂടുതലുള്ള സ്ഥലത്താണല്ലോ പറവുകൾ വരിക. അത്തരം സ്ഥലങ്ങളിൽ ചിരട്ട കൊണ്ടുപോയിട്ട് നിലത്തിങ്ങനെ കുഴിച്ചിടും. എന്നിട്ട് ആ ചിരട്ടയിൽ ദിവസേന വെള്ളം ഒഴിച്ചു. എന്തിന്? ഈ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പഠിച്ചവൻ ഇതുവരെയും വെള്ളം തന്നിട്ടുണ്ട്. ഈ പക്ഷികൾക്ക് ഞാൻ വെള്ളം കൊടുത്തതിനാൽ എനിക്ക് പഠിച്ചവൻ വെള്ളം തന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു ഭക്ഷണവും കിട്ടാൻ എന്നെ പഠിച്ചവൻ നിമിത്തമാക്കിയിട്ടുണ്ടാകാം. അതെന്റെ പവറല്ല, എന്റെ കഴിവല്ല. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു പുസ്തകത്തിലൂടെ ഇരിഞ്ഞു പോകുന്ന ഉറുമ്പ്, ആ ഉറുമ്പ് പേന ഇങ്ങനെ എഴുതുന്നത് കാണുമ്പോ ഉറുമ്പ് മനസ്സിലാക്കുന്നത് പെന്നിന്റെ നിബിന് വലിയ വിവരമുണ്ട് എന്നാണ്. നിബാണല്ലോ എഴുതുന്നത്, പക്ഷേ എഴുതുന്നത് നിബല്ല. അതിന്റെ പിന്നിലൊരു പേനയുണ്ട്, അതിന്റെ പിന്നിൽ ഒരു കൈയുണ്ട്, കൈയിന്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ അറിവ് കൊടുക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്. ഇതുപോലെ ഞാൻ മനസ്സിലാക്കണം, മറ്റുള്ളവർ മനസ്സിലാക്കണം, ഇത് എന്റെ കഴിവല്ല, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്. ഉറുമ്പ് മനസ്സിലാക്കുന്നത് പോലെ നിബ്ബാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല. ചെയ്യുന്നത് അത് ഈ ലോകം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന പടച്ചവനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എനിക്കൊന്നിനും കഴിയില്ല. അപ്പൊ നാം എപ്പോഴും നമ്മുടെ ശ്രദ്ധ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, വർഗീയതയില്ലാതെ സ്നേഹം, ആ സ്നേഹം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. ആ പകർന്നു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. അതിന്റെ ഒത്താശ ചെയ്യുന്നവരാണ് നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ, നമ്മുടെ മാനേജ്മെന്റ്. അതൊക്കെ ഈ കുട്ടികൾക്ക് ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നൽകുമ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ്. ആ അധ്വാനം ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു നയാകാശും
നമുക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ തന്നെയും അതുകൊണ്ട് അടുത്ത കൊല്ലം നിങ്ങൾക്ക് ശമ്പളം തരൂലെന്നൊന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ നിങ്ങളാരും എത്ര വയത് പറഞ്ഞിട്ടും കാര്യം നിങ്ങൾ ആരോട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കാരണം നിങ്ങൾക്ക് ജീവിക്കണ്ടേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ വാസ്തവത്തിൽ അത് നിങ്ങൾ കുറ്റക്കാരുമല്ല, ഒരാൾക്ക് ജീവിക്കണ്ടേ. ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ലക്ഷ്യം ഈ സമുദായത്തെ അഥവാ മനുഷ്യ സമുദായത്തെ, അല്ലാതെ മുസ്ലിം സമുദായം എന്നല്ല. ഞാൻ ഈ അടുത്ത് വിദേശത്ത് ഒരു അറബിയെ സമീപിച്ചു. അദ്ദേഹം എനിക്ക് ഏകദേശം 1 കോടി രൂപയോളം സംഖ്യ വരുന്ന പാറക്കടവ് വലിയ സ്കൂൾ ബിൽഡിംഗ് എടുത്തു തന്ന നല്ല മനുഷ്യനാണ്. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ബർക്കത്തും നൽകുമാറാകട്ടെ. ആ മനുഷ്യൻ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു സയൻസ് കോളേജ് പാസ്സായിട്ടുണ്ട്, അതിന് ഒരു ബിൽഡിംഗ് വേണം, ഏകദേശം 1 കോടി രൂപയോളം അതിന്റെ ബിൽഡിങ്ങിന് വരും. പക്ഷേ ഈ കോളേജിൽ മുസ്ലിം കുട്ടികളും അമുസ്ലിം കുട്ടികളും പഠിക്കും. തുറന്നു പറഞ്ഞു, മുസ്ലിം കുട്ടികളും അമുസ്ലിം കുട്ടികളും പഠിക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കും. നിങ്ങൾക്കതെടുത്തു തരാൻ പറ്റുമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് വേണ്ടത്, വെറും മുസ്ലിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാവരും പഠിക്കണം. ഞാൻ നോക്കാം എന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് അത് തരാനുള്ള ഭാഗ്യം നൽകട്ടെ. ചിലര് നമ്മുടെ സ്റ്റാഫുകളും മനസ്സിലാക്കണം, തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളുണ്ടാകാം. ലോകത്ത് 2 സൈസ് സൃഷ്ടികളുണ്ട്, പശു, ആട്, എരുമ, ഇങ്ങനെയുള്ള സൃഷ്ടികൾ. അവകളുടെ പാലും മാംസവും രോമവും ശരീരവും ഒക്കെ മനുഷ്യന് സംഭാവന ചെയ്യുന്നത് നാം കാണുമ്പോൾ, അപ്പുറത്ത് തേള്, കരിങ്ങണ്ണി, ചെലന്തി, പുഴുത്തേള്, അതുപോലെ തന്നെ പാമ്പ്, ഇങ്ങനെ തുടങ്ങി കുറെ ജീവികളുണ്ട്. അതെന്തിനാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അത് പടച്ചവൻ അതിനെന്തെല്ലാമോ രഹസ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇന്നാളൊരു ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, 20 കോടി രൂപയുടെ പാമ്പ് വിഷം പിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര വിലയുള്ള സാധനമാണ്. 20 കോടി രൂപയുടെ പാമ്പ് വിഷം പിടിച്ചു എന്നാണ് പത്രത്തിൽ. അപ്പോ ഇത് വലിയ വിലയുള്ള സാധനമാണെന്ന് അപ്പൊ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനൊക്കെ എന്തെല്ലാമോ ലക്ഷ്യം പഠിച്ചവൻ വെച്ചിട്ടുണ്ടാവും. എനിക്കതറിയില്ല. അറിവില്ല എന്നുള്ളത് ബോധ്യപ്പെടാൻ അറിയുമ്പോഴാണ്. അറിവില്ല എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിവ് കുറവാണ്, അറിവില്ല എന്ന് ബോധ്യം. തീരെ പഠിക്കാതിരിക്കുമ്പോൾ അഹങ്കാരം കൂടി വരും. അങ്ങനെയാണ് അതിന്റെ സ്വഭാവം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു തവള ഇങ്ങനെ ഒരു തൊണ്ടിലിങ്ങനെ ഇരിക്കുമ്പോ കുറെ വെള്ളം അതിന്റെ മേലിങ്ങനെ വന്ന് വീണ് തൊണ്ട് നിറയെ വെള്ളമായ മൂപ്പർ വിചാരിക്കും ഇത് ഭയങ്കര കുഴിയിൽ, ഞാൻ വലിയ വെള്ളത്തിലാണ്. ആ തവള ഇങ്ങനെ വെള്ളം കുറച്ചുകൂടി മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഡ്രെയിനേജിലൂടെ ഒലിക്കുമ്പോ ആ വെള്ളം ഇത് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം തന്നെയെന്ന് മൂപ്പര് മനസ്സിലാക്കും. കുറച്ചുകൂടി അപ്പുറത്ത് തോട്ടിലെത്തിയാൽ ഇത് വലിയ വെള്ളം തന്നെയാണല്ലോ എന്ന് വിചാരിക്കും. പുഴയിലെത്തിയാൽ ഇത് ഏറ്റവും വലിയ വെള്ളത്തിൽ ഞാൻ എത്തിയെന്ന് തവളക്ക് തോന്നും. അതങ്ങനെ പോയി കടലിലെത്തിയാൽ മനസ്സിലാവും ഞാൻ ഇതുവരെ വെള്ളം കണ്ടിട്ടില്ല. കടലിലെത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് വെള്ളം കണ്ടിട്ടില്ല. ഇതുപോലെയാണ് വിവരം എന്ന് പറയുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര കൂടുതൽ വിവരമുണ്ട് അത്രത്തോളം എനിക്ക് വിവരമില്ലാതെ മനസ്സിലാവും. നേരെ മറിച്ച് മനുഷ്യന്റെ അഹങ്കാരം, ആത്മീയമായ ചിന്തയും അറിവില്ലെങ്കിൽ അഹങ്കാരമാണെങ്കിലോ, പണ്ടൊരു കുട്ടി പറഞ്ഞ മാതിരി ഉണ്ടാവും. 10ാം ക്ലാസ്സിലെത്തിയപ്പോ ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിലെത്തി, എന്നെ പഠിപ്പിച്ച ടീച്ചർ ഇപ്പോൾ 1ാം ക്ലാസ് തന്നെ ഉണ്ട് എന്ന് അഹങ്കാരമായി. ആ അഹങ്കാരം മനുഷ്യനുണ്ടാകാൻ പാടില്ല. മനുഷ്യനെപ്പോഴും വിനയമുള്ളവരായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ രംഗത്ത് മനുഷ്യനെ പുരോഗമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പ്രക്രിയയല്ല. ഇന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ 8000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഓർക്കണം, ആ 8000 വിദ്യാർത്ഥികളെ, അവർ 8000 കൊണ്ട് അത് നിൽക്കൂലല്ലോ. 8000 വിദ്യാർത്ഥികളെ നാം നല്ല ധാർമ്മിക ബോധമുള്ള, ആത്മീയ ചിന്തയുള്ള, അതുപോലെ തന്നെ മാനുഷിക മൂല്യം മുറുകെ പിടിക്കണമെന്ന ചിന്തയുള്ള, അത് മുസ്ലിം കുട്ടികളാകട്ടെ അമുസ്ലിം കുട്ടികളാകട്ടെ, ആ കുട്ടികളെ നല്ല ബോധമുള്ള കുട്ടികളായി നമ്മൾ വളർത്തിയെടുത്താൽ ആ 8000 കുട്ടികൾ നമുക്ക് 8 ലക്ഷം കുട്ടികളെ നമുക്ക് സംഭാവന ചെയ്യും ഈ സമുദായത്തിൽ. അന്ന് ഒരുപക്ഷെ ഞാൻ മണ്ണിന്റെ അടിയിലായിരിക്കാം, നമ്മുടെ ടീച്ചർമാരും നമ്മുടെ പ്രിൻസിപ്പാൾമാരും ഒക്കെ ഒരുപക്ഷെ മണ്ണിന്റെ അടിയിലായിരിക്കാം. പക്ഷേ ആ 8000 വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന 8 ലക്ഷം, ആ 8 ലക്ഷം പിന്നീട് ഒരു 8 കോടിയെ വളർത്തിയെടുക്കും. ആ 8 കോടി പിന്നീട് 800 കോടിയെ വളർത്തിയെടുത്തേക്കും. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നാം മറ്റു ഒരു വസ്തുവും വിതരണം ചെയ്യുന്നത് പോലെയല്ല. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ നമ്മളാണ്. അത് നമുക്ക് നല്ല ബോധം വേണം. മറ്റാരെപ്പോലെയുമല്ല. ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ വിദ്യാഭ്യാസം വിതരണം ചെയ്യാൻ പ്രവർത്തിക്കുന്നവരും അതുപോലെ വിദ്യാഭ്യാസം വിതരണം ചെയ്യുന്നവരുമാണ്. അതിനേക്കാൾ വലിയ ഭാഗ്യവാന്മാരാരാണ്? നമുക്ക് പണം കൊടുക്കുക, പണക്കാർക്ക് അത്രയല്ലേ കഴിയുള്ളൂ.
പണം കൊടുക്കുക. പണം കൊടുത്താൽ എന്താ കിട്ടുക? അത് എടുത്താൽ തീർന്നൂലേ? ഇതുണ്ടോ കൊടുത്താൽ തീർന്നു പോകുന്നു? ഇത് കൊടുക്കുന്നതിനനുസരിച്ച് വർദ്ധിക്കുന്നൊരു സാധനമല്ലേ പണം. അത് കൊണ്ടുപോയി വെക്കണമെങ്കിൽ പെട്ടി വേണ്ടേ? ഇത് വെക്കാൻ പെട്ടി വേണോ? അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നില്ലേ ജ്വല്ലറിയുടെ മുന്നിലൊക്കെ എന്താണ്? ജ്വല്ലറിയുടെ മുന്നിലൊക്കെ മനുഷ്യന്മാർ കാവലിക്കുകയാണ്. എന്താ കാരണം? അവിടെ പണമുണ്ട്, സ്വർണ്ണമുണ്ട്, കാവലിന്നില്ലെങ്കിൽ കള്ളന്മാർ കട്ടുകൊണ്ടുപോകും. ഇതാരും കട്ടുകൊണ്ടുപോകും. നമ്മൾ അറിവ് ആരെങ്കിലും കട്ടുകൊണ്ടുപോകും. കൊടുത്ത അറിവ് കട്ടുകൊണ്ടുപോകും. അറിവ് എന്ന് പറയുന്നത് വലിയൊരു വിഷയമല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുക. വിദ്യാഭ്യാസം നൽകുക എന്ന് പറഞ്ഞാൽ വെറും ABCD പഠിപ്പിക്കാന്നല്ല, അലിഫ് താഴ്ന്ന് പഠിപ്പിക്കലല്ല, ഒരു നല്ല സമൂഹത്തെ വളർത്തിയെടുക്കലാണ്. ആ നല്ല സമൂഹത്തെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതിന് ആദ്യം വേണ്ടത് എന്താ? ഞാൻ പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്നേക്കാൾ വിവരമുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ പക്വതയുള്ളവരുമാണ് എന്റെ സഹപ്രവർത്തകരായ നിങ്ങൾ എന്ന ബോധത്തോടുകൂടി തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇടയ്ക്ക് ഇവിടെ ഈ സദസ്സിൽ തന്നെ എന്റെ ശിഷ്യന്മാരുമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർ എന്നോട് വിഷമം തോന്നരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, വളഞ്ഞ ഒരു വടിക്ക് നേരെയുള്ള നിഴലുണ്ടാകുമോ? വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവുകയില്ല, അല്ലേ? മലിനമായൊരു വെള്ളം കൊണ്ടൊരു വസ്തു കഴുകി ശുദ്ധിയാക്കാൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം കഴുകുന്ന വെള്ളം ശുദ്ധജലമായിരിക്കണം. അതുപോലെ നേരെയുള്ള വടിയായിരിക്കണം, എങ്കിലേ നേരെയുള്ള നിഴലുണ്ടാവുള്ളൂ. പഴയ കാലത്ത് പറയാറുണ്ട്, മുഴക്കോല് വളഞ്ഞാൽ എല്ലാ കഴുക്കോലും വളയും. അപ്പൊ ആദ്യം നേരെയാകേണ്ടത് മുഴക്കോലാണ്. അപ്പൊ നമ്മൾ ആദ്യമായി ഞാൻ, പിന്നെ നമ്മളൊക്കെ നേർക്ക് നേരെയായിരിക്കണം. നേർക്ക് നേരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ പരസ്പരം നല്ല സ്നേഹബന്ധം വേണം. നല്ല സ്നേഹബന്ധം. എല്ലാ സ്റ്റാഫുകളും തമ്മിൽ വളരെ നല്ല ബന്ധം വേണം, നല്ല സ്നേഹം വേണം. സ്റ്റാഫുകൾക്കിടയിൽ ഒരിക്കലും പരസ്പരം അകൽച്ച ഉണ്ടാകാൻ പാടില്ല. സ്റ്റാഫുകൾ തമ്മിൽ അങ്ങേയറ്റത്തെ സ്നേഹം. സ്നേഹമുള്ളവന്റെ ലക്ഷണം എന്താണ്? അത് ഞാൻ പറയാം. എന്റെ മുഖത്ത് ഒരു ചെറിയ ചളി തെറിച്ചിരിക്കുന്നു. ആ ചളി തെറിച്ചത് കണ്ടാൽ എന്നെ വെറുക്കുന്ന ഒരു മനുഷ്യൻ, ഞാനൊരു സ്റ്റേജിലേക്ക് പോവാൻ, എന്നെ വെറുക്കുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? നമുക്ക് അങ്ങനെ തന്നെ പോട്ടെ, സ്റ്റേജിൽ കയറട്ടെ, ഫോട്ടോത്തിൽ വരട്ടെ, നമുക്ക് പിന്നെ കാണിച്ചു കൊടുക്കാം. ഇതാണ് അവന്റെ ചിന്ത. നേരെ മറിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ ഞാൻ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടൊരു ഉസ്താദെ മുഖത്തെന്തോ തെറിച്ചിട്ടുണ്ടല്ലോ, ഒന്നും തുടച്ചാളെ. ചിലപ്പോൾ അദ്ദേഹം തന്നെ തുടച്ചു തരും, ചിലപ്പോൾ എന്നോട് തുടക്കാൻ പറയും. അപ്പോൾ ഞാൻ തുടച്ച് വൃത്തിയായി സ്റ്റേജിലേക്ക് പോകും. നേരെ മറിച്ച് അയാൾ എന്നോട് അങ്ങനെ പറയും, അയാൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കിയേ? അയാൾ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇത് കണ്ടത്? അയാൾ ഇനി അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞ് അയാൾ പറയാണ്ടൊന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ എന്നും സമൂഹത്തിന്റെ മുന്നിൽ എന്നും വിരൂപിയായി, എന്നും മോശക്കാരനായി ജീവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഇപ്പൊ എനിക്കൊരു തകരാറ് എന്റെ സ്വഭാവത്തിലോ എന്റെ പ്രവർത്തനത്തിലോ എന്റെ നീക്കങ്ങളിലോ ഒരു സ്വഭാവ ദൂഷ്യം കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വിളിച്ചുപദേശിക്കാനുള്ള അവസരമുണ്ട്. ഉപദേശിക്കാം. ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. ഇതേപോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഒരാൾ മറ്റൊരാളെ ഉപദേശിക്കുമ്പോൾ ആർക്കും പരസ്പരം ഒരിക്കലും വിഷമവും വൈരാഗ്യവും തോന്നാൻ പാടില്ല. പ്രിൻസിപ്പാൾ അങ്ങനെ പറഞ്ഞു കളഞ്ഞു, സദർ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ എന്റെ സ്റ്റാഫ് പ്രിൻസിപ്പാളായ എന്നോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞു, ഇങ്ങനെ ഉദാഹരണം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ പറയുന്നതിനൊക്കെ അതിൻ്റെതായ മര്യാദകൾ ഉണ്ട്, അത് പാലിക്കണം, മര്യാദ പാലിക്കണം. ഒരു പ്രിൻസിപ്പാള് കുറ്റിയാടി ടൗണിൽ ഇങ്ങനെ വെക്കുമ്പോ ഒരു ടീച്ചറോട്ട് സാർ ഇങ്ങനെയൊന്നല്ല വേണ്ടത് എന്ന് അങ്ങാടിന്ന് പറയാൻ പാടില്ല. അതുപോലെ രക്ഷിതാക്കളെ മുന്നിൽ പറയാൻ പാടില്ല, അതുപോലെ കുട്ടികളെ മുന്നിൽ പറയാൻ പാടില്ല. പറയേണ്ട രൂപത്തിൽ പറയണം. അത് പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സ് നോക്കണം. അഥവാ ഇനി ഒരുത്തം പറഞ്ഞത് ശരിയായ രൂപത്തിലല്ലെങ്കിലോ, ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു തകരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഒരു മനുഷ്യൻ മുഖത്ത് നോക്കിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത് ശരിയല്ല. എന്നാൽ ഞാൻ പറയട്ടെ, എന്നാൽ ഞാൻ എന്താ വേണ്ടത്? ഞാൻ നല്ല വിശാലമായ മനസ്സുള്ളവനാണെങ്കിൽ ആ ജനങ്ങളെ മുന്നിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ പറയേണ്ടത് എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഇനി ഉണ്ടാവൂല എന്നാണ്. എന്നാ ഞാൻ ആരാവും? ആ ജനങ്ങളെ മുന്നിൽ ഏറ്റവും വലിയ മാന്യനാവും. പറഞ്ഞ മറ്റേയാളോ മോശക്കാരനും ആവും. കാരണം എല്ലാവരും പറയും
എന്താണ് അയാളൊരു സ്വഭാവം, അയാളെ മുഖത്ത് നോക്കിയിട്ട് ആളുകളെ മുന്നിൽ പറ്റാ ഒരു ദേഷ്യവും പിടിച്ചില്ലല്ലോ, അയാൾ അത് തിരുത്താന്നല്ലേ പറഞ്ഞത്. അതേ സമയത്ത് അയാൾ അവിടുന്ന് പറഞ്ഞത് ശരിയായിട്ടില്ല കേട്ടോ, എല്ലാവരും അയാൾക്കെതിരായി, എനിക്കെതിരാവൂല. ഞാനൊരു ദിവസം കഴിഞ്ഞ പെരുന്നാളിൻ്റെ അന്ന് രാത്രി ഇങ്ങനെ പോകുമ്പോൾ എന്റെ 2 ചെറിയ കുട്ടികൾ ചിരിക്കുന്നു. അപ്പൊ കുട്ടികൾ ചിരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസഹഫ് താത്തി പിടിക്കാൻ പാടില്ല, നിങ്ങൾ മുസഹഫ് താത്തി പിടിച്ചു. വാസ്തവം ഞാൻ എന്തോ ഒരു ചിന്തയിൽ അറിയാതെ താഴ്ത്തി പിടിച്ചു, ഇങ്ങനെ പിടിച്ചു പോയതാണ്. ഞാൻ പറയോ, ഞാൻ അറിയാതെ പെട്ടതാണ്, അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞു. എന്റെ 2 മക്കളാണ്. ഞാൻ അവരോട് എന്ത് നിങ്ങൾ എന്നോട് ചോദ്യം, ഞാൻ ബാപ്പല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അവർ പറഞ്ഞു ശരിയാണ്. ശരി പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കണം. ചില മനുഷ്യന്മാരുണ്ട്, അവരേത് തെറ്റിനെയും ന്യായീകരിക്കും. അത് എന്റെ സാധാരണ ഭാഷ ന്യായീകരിക്കുക എന്നാണ്, ന്യായീകരിക്കുക എന്നല്ല. ഒരിക്കലും തെറ്റിനെ ന്യായീകരിക്കരുത്. തെറ്റ് തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് വേണം. ആരെന്ത് നല്ല കാര്യം പറഞ്ഞു തന്നാലും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ഒരിക്കലും അതിന് പറഞ്ഞു തന്നവനോട് വിദ്വേഷമുണ്ടാകരുത്. ഇതുപോലെ നമുക്കെപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം വേണം. അതായത് ഇരുമ്പ് ഒരു നല്ല ഒരു വസ്തുവാണ്. വലിയ അതിപ്പോ പറഞ്ഞ ഇരുമ്പിനെ പറ്റി പ്രസംഗിക്കാൻ കുറെ പറയാനുണ്ട്, ഇപ്പൊ അതിനേക്ക് കടക്കുന്നില്ല. പൊന്നിന് വലിയ വിലയാണ്, ഇരുമ്പിന് വളരെ വില കുറവാണ്. അതെന്തേ പഠിച്ചവൻ അങ്ങനെയാക്കിയത്? ഈ പൊന്ന് എന്ന് പറഞ്ഞ സാധനം തീരെ ആവശ്യമില്ലാത്തൊരു സാധനം, ജീവിതത്തിന് അതിന്റെ ആവശ്യമില്ല. സ്ത്രീകൾക്കൊന്നും എന്നോട് വെറുപ്പിടിക്കണ്ട, തീരെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് തീരെയും ആവശ്യമില്ല. സ്ത്രീകൾ സ്വർണം അണിയുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയാണ്, പുരുഷന്മാർക്ക് നോക്കി ആസ്വദിക്കാൻ വേണ്ടിയാണ്. സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ പുരുഷന്മാരെ അണിയേണ്ടത്. അപ്പോ സ്ത്രീകൾക്ക് തീരെയും ആവശ്യമില്ലാത്തൊരു സാധനമാണ് സ്വർണം. പിന്നെ സ്ത്രീകൾക്ക് സ്വർണം വേണമെന്ന് ആരാ പറയല്? പുരുഷന്മാര്. അതിന്റെ കാരണം ഇവര് നോക്കി ആസ്വദിക്കാനാണ്. അല്ലാതെ പുരുഷന്മാർക്ക് സ്വർണം വേണമെന്ന് പെണ്ണുങ്ങൾ പറയലില്ലല്ലോ, കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതിരിക്കട്ടെ, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഈ സ്വർണം അത് മനുഷ്യജീവിതത്തിന് ആവശ്യമില്ല. അതേ സമയത്ത് ഇരുമ്പ് മനുഷ്യജീവിതത്തിന് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പ്, നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് രാവിലെ ചായ കുടിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾ കഴിക്കുന്ന ബിരിയാണി കഴിക്കാൻ പോകുന്നത് പിന്നെ അത് മത്സ്യം അതിൽ ചേർത്തിട്ടായിരിക്കും. മത്സ്യം മുറിച്ചത് കത്തികൊണ്ടാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ചിന്തിച്ചോളൂ, ഏത് വിഷയം നിങ്ങൾ കഴിക്കുകയാണെങ്കിലും അവിടെ ഒക്കെ പിന്നിൽ ഇരുമ്പുണ്ടാവും, അതിന്റെ ഒക്കെ പിന്നിൽ ഇരുമ്പുണ്ടാവും. ഇരുമ്പ് എപ്പോഴും ആവശ്യമാണ്. അതുകൊണ്ട് ഇരുമ്പിന് ചെറിയ വിലയാണ്, സ്വർണത്തിന് വലിയ വിലയാണ്. ഏറ്റവും വലിയ വില വൈരം മുത്തു പോലെയുള്ള വലിയ മാണിക്യക്കല്ല് എന്നൊക്കെ പറഞ്ഞ ചില കല്ലുണ്ട്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, പറയാന്നല്ലാതെ. അങ്ങനത്തെ കല്ലിനാണ്. കാരണം അത് തീരെ ആവശ്യമില്ലാത്ത സാധനമാണ്. കാണലും ആവശ്യമില്ല, തൊടലും ആവശ്യമില്ല. അത് വലിയ രാജാക്കന്മാർക്ക് ഭംഗിക്ക് വേണ്ടി വെക്കുകയാണ്. അപ്പൊ മനുഷ്യന് ഇരുമ്പ് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ ഇരുമ്പിന്റെ സ്വഭാവം എന്താണ്? ഇരുമ്പിങ്ങനെ ദ്രവിച്ചു പോകും, തുരുമ്പിച്ചു പോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇടക്കിടക്ക് അതിന് പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കുകയോ വേണം. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നാൽ ഇരുമ്പ് നശിച്ചു പോകും. ഇതുപോലെ വളരെ ശക്തിയുള്ള മനുഷ്യന്റെ ആത്മാവ്, വളരെ ഉപകാരപ്രദമായ ആത്മാവ്, ഉപകാരപ്രദമായ മനുഷ്യൻ, ആ മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഉപദേശ നിർദ്ദേശങ്ങളും ക്ലാസുകളും കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് മുമ്പ് ഒരു ഇരുമ്പിനോട് പെയിന്റ് ചെയ്യുമ്പോൾ ഇരുമ്പ് ചോദിക്കുക, ഇത് പണ്ട് ചെയ്ത പെയിന്റ് തന്നെയല്ലേ? പണ്ട് ചെയ്ത പെയിന്റ് തന്നെയാണ്, പക്ഷെ കാലം കുറച്ചായി ഇനി ഒന്നുകൂടി ചെയ്തില്ലെങ്കിൽ നീ തുരുമ്പ് പിടിക്കും. പണ്ട് ചെയ്ത പെയിന്റ് അല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പെയിന്റ് തന്നെ ഇനിയും ചെയ്യേണ്ടത്. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ബിൽഡിംഗ് അത് ഭംഗിയിൽ നിലനിൽക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് ചെയ്തില്ലെങ്കിലോ അപ്പൊ ബിൽഡിംഗ് ചോദിക്കുക, എന്തിനാ എന്നെങ്ങനെ പുരട്ടുന്നത്? പണ്ടത്തെ സാധനം തന്നെയല്ലേ ഇത്? ഇല്ലെങ്കിൽ അതാകെ കച്ചറിയായിട്ടുണ്ടാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ക്ലാസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. ഇത് നിങ്ങളെ ടീച്ചർമാരായ ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നിങ്ങളെ വിദ്യാർത്ഥികളിൽ നിങ്ങൾ ഇത് നടപ്പാക്കണം. വിദ്യാർത്ഥികൾ മുമ്പൊരിക്കൽ പറഞ്ഞതല്ലേ ആ കുട്ടികളോട് അച്ചടക്കത്തിൽ നീങ്ങണം, അതുപോരാ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അച്ചടക്കത്തിൽ നീങ്ങണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു അധ്യാപകൻ ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മറ്റുള്ള അധ്യാപകന്മാരെല്ലാം അതിൽ ഭാഗവാക്കായിരിക്കണം. കുട്ടികളോട് അയാൾ അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചോ, അതേതായാലും ശരിയായിട്ടില്ല എന്നൊരു അധ്യാപകൻ ഒരു കുട്ടിയോട് പറഞ്ഞാൽ പിന്നെ ആ കുട്ടി മരിക്കുന്നവരെ നന്നാവൂല. മറിച്ച് അത് ചെയ്തത് ശരി അല്ലെങ്കിൽ പോലും കുട്ടിയുടെ മുന്നിൽ അത് കാണിക്കാൻ പാടില്ല. മറിച്ച് അത് നമുക്ക് നമ്മുടെ സ്റ്റാഫ് യോഗത്തിൽ വേണ്ടി മുന്നിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യത്തിൽ പരിഹരിക്കാം. കുട്ടിയുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോ മാനേജ്മെന്റിന്റെ ചില നീക്കങ്ങൾ ചിലപ്പോൾ സ്റ്റാഫുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. കാരണം മാനേജ്മെന്റിൽ നിന്ന് തന്നെ ആ മലക്കുകളൊന്നുമല്ല, ചിലപ്പോൾ അവരുടെ അബദ്ധമൊക്കെ വരാം. സ്വാഭാവികം, എല്ലാവർക്കും അബദ്ധം വരാം. അപ്പൊ മാനേജ്മെന്റ് ചെയ്തൊരു കാര്യം മോശം, നമ്മളൊരു കാര്യം സ്വകാര്യത്തിൽ നമ്മൾ മാനേജ്മെന്റിനെ ശ്രദ്ധപ്പെടുത്തണം. നേരെ മറിച്ച്
നമ്മുടെ ഏതെങ്കിലും ഒരാള് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഒരു പ്രിൻസിപ്പൽ, ഉദാഹരണം പറയാൻ ഒരു പ്രിൻസിപ്പൽ, നമ്മളവിടെ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. ഉണ്ടാകാതിരിക്കുന്നത് ഒരു കാരണം നമ്മൾ പറഞ്ഞ പോലെ ഇടക്കിടക്ക് പെയിന്റ് ചെയ്യുന്നതുകൊണ്ടും ആയിരിക്കാം. അപ്പോ നമ്മളെ വർക്കിങ്ങനെ നടക്കണല്ലോ. ഞാൻ പറയാ ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു സദർ ഉസ്താദ്, ഒരു സദർ മുഅല്ലിം, അയാൾ മറ്റുള്ള സ്റ്റാഫുകളോടൊക്കെ പറയാം, എന്ത് നമ്മുടെ മാനേജ്മെന്റ് നീക്കൊന്നും ഇത്ര പോരെ ശരിയില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഈ സ്റ്റാഫുകളുടെ ഡല്ലായി പോകും. അവരെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ ആത്മാർത്ഥത കുറയും, അവരുടെ ശക്തി നശിക്കും. അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് മാനേജ്മെന്റ് വളരെയേറെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെയേറെ നമുക്ക് ഒത്താശ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ആവേശം കൊടുത്തിട്ട് പിന്നെ മാനേജ്മെന്റ് ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് വാങ്ങി അതൊക്കെ നമുക്ക് ശ്രദ്ധപ്പെടുത്തി ആ മാനേജ്മെന്റിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് ധൈര്യം കൊടുക്കണം മറ്റുള്ള സ്റ്റാഫുകൾ. ഇതേപോലെ സ്റ്റാഫുകൾ തിരിച്ച് വിദ്യാർത്ഥികളുടെ മുന്നിൽ അവരും അത് കാണിക്കണം. ഇതുപോലെ ഈ പറയുന്നത് പോലെ നമ്മുടെ പാരന്റ്സ്, രക്ഷിതാക്കൾ വരുമ്പോ, ഒരു ഉദാഹരണം പറഞ്ഞാല് രക്ഷിതാക്കൾ വരുമ്പോ വിചാരിച്ച പോലത്തെ ഒരു ഉഷാറില്ല എന്നൊക്കെ എന്തോ ഒരു കാരണത്താൽ എന്തോ ഒന്ന് ഉദാഹരണം ഇവിടെ തരുമ്പോ മേലെ കയറി നോക്കിയാൽ നമ്മുടെ വനിതകളായ ടീച്ചർമാർക്ക് അവരിൽ ചിലർ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും, ചിലർ നിസ്കരിക്കാണ്ടാത്ത ആളുകൾ ഉണ്ടാകും. നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാൻ അവിടെ പ്രത്യേക സൗകര്യം മേലെ ഉണ്ട്. അതിങ്ങനെ ഈ ബാക്കിലൂടെ നേരെ അങ്ങ് പോയാൽ പോകുന്ന സ്ഥലം ശരിക്കും നന്നായിട്ട് പെണ്ണുങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രൂപത്തിലാക്കാൻ വേണ്ടി ഇന്നലെ ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആക്കിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ചെന്നൊക്കെ എനിക്ക് നേരെ കിട്ടിയില്ല. ഏതായിരുന്നാലും ഇവിടെ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്ന അതിലിങ്ങനെ കയറി പോയാൽ അവിടെ അവർക്ക് ബാത്റൂമുകളുണ്ട്, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ തന്നെ ഇൻഷാ അല്ലാഹ് അവരുടെ ഭക്ഷണവും അവിടെ സംവിധാനിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ, ഇങ്ങനെ ഒരു സംഭവം, ആ സംഭവത്തിൽ ചെന്ന് നോക്കുമ്പോൾ മേലെ കാണുന്നത് കുട്ടികളൊക്കെ ഒരു ഓല ഷെഡിൽ പഠിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഓല ഷെഡിൽ നിന്നായിരിക്കും ഇന്ന് അധ്യാപികമാർ ഭക്ഷണം കഴിക്കുന്നത്. കുട്ടികൾ സാധാരണ പഠിക്കുന്ന ഓല ഷെഡിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ഓല ഷെഡ് കാണാൻ വേണ്ടി ഒരു രക്ഷിതാവിടെ സ്ഥാപനം കാണാൻ വേണ്ടി വന്നു. ഓല ഷെഡിലാണ്. അപ്പൊ ഇവിടെ കയറി വന്നപ്പോൾ നമ്മളെ ബഷീർ മാസ്റ്റർ പ്രിൻസിപ്പാളോട് അല്ല, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഷെഡിലാണ് നടത്തുന്നത്. അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ച ചില സ്ഥലങ്ങളുണ്ട്. പേരാമ്പ്ര ഞാൻ ഷെഡ് കെട്ടിയിരുന്നു. അപ്പൊ ഷെഡിലോ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് പേരാമ്പ്രയിലുള്ള ചില രക്ഷിതാക്കൾ ചോദിച്ചു. പക്ഷെ 6ഉം 7ഉം ഷെഡ് കെട്ടിയിട്ട് നാദാപുരത്തും അതുപോലെ പാറക്കടവിലൊക്കെ വലിയ വലിയ പണക്കാരുള്ള പ്രദേശത്ത് അവരെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവരാരും അങ്ങനെ ചോദിച്ചിരുന്നില്ല. അതേ സമയത്ത് പേരാമ്പ്രയിൽ ചോദിച്ചു. പേരാമ്പ്ര വലിയ പണക്കാരില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പേരാമ്പ്രയിൽ ചോദിച്ചു. പേരാമ്പ്രയും മേപ്പയ്യൂരും അന്ന് ഞാൻ കൂടുതൽ സാമ്പത്തിക ശേഷിയില്ലാത്ത മേഖലയാണെന്നുള്ള നിലക്ക് നാദാപുരത്തെക്കാളും പാറക്കടവിനേക്കാളൊക്കെ കുറ്റ്യാടിയേക്കാളും ഒരു ചെറിയ ഇളവ് ഫീസിലും പ്രവേശന ഫീസിലും ഒക്കെ കൊടുത്തിരുന്നു. ആ ഫീസിന്റെ ഇളവൊക്കെ കിട്ടുന്ന രക്ഷിതാക്കളാ ചോദിച്ചു, ഞങ്ങളെ കുട്ടികളെ ഈ ഓലഷെഡിൽ തന്നെ പഠിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഫീസൊക്കെ മറ്റുള്ള സ്ഥലത്തെ പോലെ തന്നെ അവിടെയും കൂടി ആക്കുകയും ചെയ്തു. കാരണം അങ്ങനെ ചിലതൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഓല ഷെഡ് കാണുമ്പോ ഒരു രക്ഷിതാവ് വന്നിട്ട് ഒരു പ്രിൻസിപ്പാൾ ഷെഡിൽ ഞങ്ങളെ കുട്ടികൾ പഠിപ്പിക്കേണ്ടത് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഈ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ സദർ ഉസ്താദ് അല്ലെ മാനേജർ അതൊക്കെ അടുത്ത കാലം കൊണ്ട് മാറ്റുന്നു. അപ്പുറം തന്നെ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, ഇങ്ങേപ്പുറത്ത് സ്ഥലം എടുത്തിട്ടുണ്ട്, പെർമിറ്റിങ് കിട്ടാത്തത് കൊണ്ടാണ്. സംഭവം ശരിയായിരിക്കും. വടകര നമ്മളെ കോറോത്ത് മൂപ്പര് പഠിപ്പിക്കുന്ന ഷെഡുണ്ട്, അവിടെ വേണ്ടതുപോലെ ഉള്ള സൗകര്യമൊന്നും ആയിട്ടില്ല. പെർമിറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. പെർമിറ്റ് ഇട്ട് അന്നേരം പണി തുടങ്ങും. അപ്പൊ അത് എന്ത് ചെയ്യണം? പിന്നെ കോറോത്തിനെ പറഞ്ഞു കൊടുക്കല, ഒരു വക്കീലും കൂടി അതുകൊണ്ട് റെഡിയിട്ട് പറഞ്ഞോളൂ ഞാൻ വിചാരിക്കുന്നു. അപ്പോ അത് അങ്ങനെ പറഞ്ഞ് ആ രക്ഷിതാക്കളെ സമാധാനിപ്പിക്കാൻ കഴിയണം. നേരെ മറിച്ച് അതൊക്കെ ഇപ്പൊ ഞങ്ങൾ എത്ര കാലായി പറയുന്നറിയോ ഈ പ്രസിഡന്റിനോടും സെക്രട്ടറിനോടൊക്കെ, അവരതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാലോ ആ രക്ഷിതാക്കൾ നമ്മുടെ സ്ഥാപനത്തിനെതിരായി. ആ കുട്ടികളെ പറഞ്ഞെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, കുട്ടികൾക്കും താല്പര്യം ഉണ്ടാവില്ല. ആ സമയത്ത് ഇപ്പൊ റെഡിയാവും എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഞാൻ ഓല ഷെഡ് കെട്ടിയിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. ഓല ഷെഡിൽ ഇഷ്ടികയും തലക്ക് വെച്ച് കിടന്നിട്ടാണ് ഞാൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഞാൻ ഓല ഷെഡിൽ തന്നെ എല്ലാ ജോലിയും ഞാൻ തന്നെ എടുത്തതാണ്. അങ്ങനെയാണ് ഞാൻ ബസ്സിന് വന്നിട്ടാണ് പലപ്പോഴും ഇവിടെ വന്നിട്ട് മറ്റോരോരുത്തരുടെ റൂമിലൊക്കെ കിടന്നുറങ്ങിയിട്ടും ഓല ഷെഡിൽ കിടന്നിട്ടുമാണ് ഞാൻ തുടങ്ങി വെച്ചത്. ഇപ്പൊ ചിലപ്പോൾ ഞാൻ കാറിൽ പോകുന്നുണ്ടാകാം. ചിലർക്ക് തോന്നും ഇംഗ്ലീഷ് മീഡിയം നടത്തിയിട്ടുണ്ടാക്കിയ കാറാണ്. അങ്ങനെയൊന്നല്ല, എനിക്ക് മലപ്പുറത്തുള്ള ഒരാൾ വാങ്ങി തന്നതാണ്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഈ ഇംഗ്ലീഷ് മീഡിയം നടത്തിയിട്ടൊന്നും ഒരു നയാകാശം ഇങ്ങോട്ടും വാങ്ങിയിട്ടില്ല. എന്റെ മകൾ പഠിക്കുന്നതിന് എല്ലാവരും കൊടുക്കും പോലെ ഫീസ് ഞാനും കൊടുക്കുന്നുണ്ട്. ഇന്നുവരെ ഒരു നയാകാശം ഞാൻ സമ്പാദിച്ചിട്ടില്ല. ഇന്നുവരെ ഇവിടെ ക്ലാസ് എടുത്തിട്ട് ഒരു നയാകാശം ഞാൻ ശമ്പളവും പറ്റിയിട്ടില്ല. പക്ഷെ എന്നെ അല്ലാഹു തആല ഭംഗിയായി ജീവിപ്പിക്കുന്നുണ്ട്. എനിക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്റ്റാഫുകൾ, അത് വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, നമ്മുടെ സ്ഥാപനത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വാക്കുകളല്ലാതെ ഒരിക്കലും തിരിച്ചൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വന്നുപോയാൽ അത് എടുക്കാൻ കഴിയില്ല.
കയ്യിൽ നിന്ന് വീണുപോയാൽ എടുക്കാൻ കഴിയും. നാവിൽ നിന്ന് വീണുപോകുന്ന വാക്ക് അത് എടുക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിരുന്നു. നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാത്തൊരു വാക്ക് ഞാൻ പറഞ്ഞു പോയാൽ, ഞാൻ മരിച്ചുപോയാലും ഈ സ്ഥാപനത്തിന് അത് അപകടം ചെയ്യും. നേരെ മറിച്ച് നിങ്ങളെ സംതൃപ്തിപ്പെടുന്ന ഒരു വാക്ക് പറഞ്ഞാലോ അതിന്റെ നന്മ ഈ സ്ഥാപനം കൊയ്തെടുക്കും. എനിക്ക് സ്വന്തമായൊന്നും കിട്ടാൻ വേണ്ടിയല്ല, ഈ സ്ഥാപനം, ഈ പ്രസ്ഥാനം അതിന്റെ നന്മ കൊയ്തെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്ക് തുരുമ്പ് പിടിക്കുന്നതിന് പെയിന്റ് ചെയ്യുന്നത് പോലെ നമ്മളിങ്ങനെ ആളുകൾക്ക് നല്ല നല്ല ക്ലാസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏത് സ്ഥലത്തൊരു കൃഷി ചെയ്യുമ്പോഴും ആ കൃഷിയിൽ കുറെ കളകൾ പറിച്ചു കളയാനുണ്ടാകും. ആ കളകൾ പറിച്ചാലേ ആ കൃഷി പുരോഗമിച്ചു നന്നാവുകയുള്ളൂ. ഒരാൾ വയനാട്ടിലാണെങ്കിൽ അയാൾ കാപ്പി കൃഷിയായിരിക്കും ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് കവാത്ത് നടത്തണം. കവാത്ത് നടത്തിയില്ലെങ്കിൽ കാപ്പി കൃഷി നാലെണ്ണം ഉഷാറായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ച് കൊമ്പെല്ലാം വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നാലോ അതിമ കാപ്പി ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ വളർച്ച വരും. ആ വളർച്ചക്കനുസരിച്ച് വേണ്ടാത്ത കുറച്ചും വളരും. ഏത് വിദ്യാർത്ഥിയുടെയും മനസ്സിലും ശരീരത്തിലും വേണ്ടാത്തതും കുറെ വളരും. ആ വേണ്ടാത്തത് വളരുന്നതിനാണ് ഞാൻ കവാത്തെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? ആ കുട്ടികൾക്ക് കൊടുക്കുന്ന വിവരങ്ങളിൽ നിന്ന് ചിലതൊക്കെ അവരുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന വേണ്ടാത്ത കുറെ വിവരവും കുട്ടികൾക്ക് പഠിക്കും. വേണ്ടാത്ത കുറെ സ്വഭാവവും കുട്ടികൾക്ക് വളരും. അപ്പൊ അവിടെ കവാത്തെടുക്കണം. ഈ കവാത്തിന്റെ പണി നമ്മൾ ചെയ്യേണ്ടതാണ്. ആ കവാത്തെടുക്കാതിന് അർത്ഥം കുട്ടികളെ നല്ലവരാക്കി വളർത്തും. ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ, ആവശ്യമില്ലാത്ത അറിവുകൾ അതരിഞ്ഞു മാറ്റണം, കളകൾ പറിച്ചു മാറ്റണം. എന്നിട്ട് ആ കുട്ടികളെ ആരോഗ്യമുള്ള സമുദായത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകാരം ചെയ്യുന്ന കുട്ടികളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ, അവിടെ മുളച്ചുയരുന്ന വസ്തുക്കൾ ആരും ഇഷ്ടപ്പെടുകയില്ല. ഇതുപോലെ വൃത്തിയില്ലാത്തത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ മനുഷ്യൻ ഇഷ്ടപ്പെടൂല. ഒരു ചെറിയ ഉദാഹരണം, ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം. ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം കുടിക്കാൻ. അപ്പൊ ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നു. ആ ഗ്ലാസ്സിൽ ചൂടുവെള്ളം തന്നാൽ ഞാൻ കുടിക്കും. നേരെ മറിച്ച് വേണ്ട, ഇവിടെ തന്നെ തന്നാൽ മതി. ഇത് ഒരുപാട് ആളുകൾ മുമ്പ് കുടിച്ച ഒരു ഗ്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിലെനിക്കൊരു പരാതിയില്ല. ഒരുപാട് ആളുകളുടെ ചുണ്ടിൽ വെച്ച ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഞാനും കുടിക്കുമ്പോൾ എനിക്കൊരു പരാതിയുമില്ല. ഇത് മനുഷ്യ സ്നേഹമാണ്. എന്റെ ചുണ്ട് വെച്ച സ്ഥലത്ത് മറ്റ് പലരും ഇവിടെ ചുണ്ട് വെച്ചിട്ടുണ്ടാകാം. ഇതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സ്ത്രീകളും പുരുഷന്മാർ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെ ചുണ്ട് വെച്ചിട്ടുണ്ടാകാം. അവിടെ എന്റെ ചുണ്ട് വെക്കുന്നതിൽ എനിക്കൊരു പരാതിയും ഒരു വിഷമവും ഇല്ല. അതേസമയം ഒരു ഗ്ലാസ് വെള്ളത്തിന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊണ്ടെത്തന്ന് വെള്ളം പുതിയ ഒരു പാത്രം, ആരും ചുണ്ടുവെക്കാത്തൊരു പാത്രം. ആ പാത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുടിച്ചില്ല. പുതിയ പാത്രം, കഴുകിക്കൊണ്ടുവന്ന പാത്രം, ഒരു കുഴപ്പവുമില്ലാത്ത പാത്രം. ഞാൻ അതിൽ കുടിച്ചില്ല. ആ പാത്രം ഏതായിരിക്കും? കോളാമ്പി. കോളാമ്പി എന്നൊരു സാധനമുണ്ട്. അത് ആരും ഉപയോഗിച്ചിട്ടില്ല. ഗ്ലാസിന്റെ കോളാമ്പി. പക്ഷെ അതിൽ വെള്ളം കൊണ്ടെത്തുന്ന ഞാൻ കുടിക്കൂല. എന്താ കാരണം? അതിന് കാരണം അത് സാധാരണ ആ വർഗത്തിൽപ്പെട്ട സാധനം എല്ലാവരും തുപ്പുന്നതാ. ഇതിലാരും തുപ്പിയിട്ടില്ല. ഇത് പുതിയ കോളാമ്പിയാണ്. പക്ഷെ ആ വർഗത്തിൽപ്പെട്ട സാധനം എല്ലാവരും തുപ്പുന്നതായതുകൊണ്ട് ആ വർഗത്തിൽപ്പെട്ട സാധനത്തെ വെറുക്കുന്നു. അത് കാണുമ്പോൾ മറ്റതാ ഓർമ്മയത്. അപ്പൊ എന്ത് വേണം? വർഗം തന്നെ നന്നാകണം. വർഗം നന്നാകണം. ആ വർഗത്തിൽ കുറെ ആൾ മോശമായാൽ ആ വർഗത്തിലുള്ള എല്ലാവരും വെറുക്കപ്പെടും. ഓ, ഞാൻ മാത്രം നന്നായാ മതിയോ? നിങ്ങൾ മാത്രം നന്നായാ മതിയോ? മനുഷ്യ വർഗം നന്നാകണം. വിശാലമായി ചിന്തിച്ചാൽ ഓരോ സമുദായം നന്നാകണം. ടീച്ചർമാരെ വർഗം നന്നാകണം. അങ്ങനെ ഓരോ വർഗം നന്നാകണം. ഇല്ലെങ്കിൽ ആ വർഗത്തിലുള്ള ഓരോ വ്യക്തികളോടും മടുപ്പും വെറുപ്പും സമൂഹത്തിലുണ്ടാകും. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മാത്രം നന്നായാൽ പോരാ. ഏത് വസ്തുവിനും ഉയർന്ന് പന്തലിക്കണമെങ്കിൽ വളം ചേർക്കണം. ഈ വളം ചേർക്കുക എന്നതാണ് നമ്മൾ ഈ പറയുന്ന ഉത്ബോധനങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് നിസ്കരിക്കണം, ഭക്ഷണം കഴിക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നാം സേവകന്മാരായിരിക്കും. സേവനം അതൊരു ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. സേവനം അത് ഒരു മനുഷ്യന്
പ്രകൃതിപരമായി തന്നെ അത് കിട്ടുന്ന ചില ആളുകൾ ഉണ്ടാകാം. എന്നാൽ പ്രകൃതിപരമായി കിട്ടാത്തവരെയും അങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയുന്ന കാട്ടാനയും നാടൻ ആനയും തമ്മിലുള്ള വ്യത്യാസം. പ്രകൃതിപരമായി രണ്ടും ആന തന്നെയല്ലേ. പക്ഷെ ഒരാന സേവനം ചെയ്ത് ജോലി ചെയ്ത് പരിചയമുള്ള ആനയുടെ കൂടെ മൂപ്പര് കുറച്ച് ദിവസം പ്രാക്ടീസ് ആയപ്പോ മൂപ്പരും നാടൻ ആനയായി മരം പിടിക്കും. നേരെ മറിച്ച് അതില്ലെങ്കിലോ, ഇല്ലെങ്കിൽ അത് കാട്ടാനയായിട്ട് തന്നെ അങ്ങ് പോകും. അത് കാട്ടാനയായി പോകും. അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും നല്ലവരുമായുള്ള കൂട്ടുകെട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലേറ്റവും പ്രധാനമാണ് സേവന സന്നദ്ധത എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്ന സമയത്ത് എന്താണ് നിബന്ധന നോക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ മാനദണ്ഡം. ഇന്ന ഖൈറ മനിസ്തൈജർതൽ ഖവിയുൽ അമീൻ. ഒരാളെ ജോലിക്ക് നിർത്തുമ്പോൾ ആ ജോലിക്ക് നിർത്തുന്നവന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത അൽ ഖവിയു, അവൻ ഏൽപ്പിക്കുന്ന ജോലിക്ക് ശക്തനായിരിക്കണം, ഏൽപ്പിക്കുന്ന ജോലിക്ക് കഴിവുള്ളവനായിരിക്കണം. അതിനാണ് സർട്ടിഫിക്കറ്റുകളും ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ പരിശോധിച്ച് നോക്കുന്നത്, അതുപോലെ ക്ലാസ് എടുപ്പിച്ച് നോക്കുന്നത്. ഇന്റർവ്യൂ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിന് ശക്തനാണോ എന്നതാണ്. അൽ ഖവി. രണ്ടാമത്തെ വിഷയം അൽ അമീൻ, വിശ്വസ്തനായിരിക്കണം. നല്ല കഴിവുണ്ട്, പക്ഷെ മൂപ്പര് പ്രയോഗിക്കൂല. അതുകൊണ്ട് നമുക്കെന്താ കാര്യം? അയാൾ നല്ല കഴിവുള്ള ഒരാളാ, ഓക്കെ, ഒരു പണി കൊടുക്കൂല, മടിയനായിട്ടിരിക്കും. നമുക്കെന്താ കാര്യം? ഒരാള് ഹെവി ഡ്രൈവറാണ് എന്നിട്ടെന്താ വണ്ടി കയറിയിട്ട് ഓടിക്കൂല, പിന്നെ ആ ഡ്രൈവറായിട്ട് നമുക്കെന്താ കാര്യം? അയാളിവിടെ കപ്പിത്താനായിട്ട് നമുക്കെന്താ കാര്യം? അധ്വാനിക്കുമ്പോഴാണ് കഴിവ് പ്രയോഗിക്കുമ്പോഴാണ് മനുഷ്യന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം കഴിവുള്ളവരാണ്, ആരും കഴിവില്ലാത്തവരില്ല, എല്ലാവരും കഴിവുള്ളവരാണ്. കഴിവ് എന്ന് പറയുന്നത് മനുഷ്യന് വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു വസ്തുവാണ്. അത് വർദ്ധിപ്പിക്കാൻ കഴിയും. വർദ്ധിപ്പിക്കൽ എങ്ങനെ? വർദ്ധിപ്പിക്കൽ വെറുതെ വെച്ചാൽ വർദ്ധിക്കൂല, ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർദ്ധിക്കുക. നമ്മൾ ഒരു ജനൽ, ആ ജനൽ തുറക്കാതെ അവിടെ അങ്ങ് വെച്ചാലോ അതിന്റെ വിജാവുരികൾ അത് പിന്നെ ചലിക്കില്ല. നമ്മൾ ഉപയോഗിക്കാതെ, വേണ്ട അപ്പുറത്തൊന്നും പോണ്ട, നിങ്ങൾ കാലും കയ്യും ഉപയോഗിക്കാതെ ഒരു 10 ദിവസം ഒന്നായിട്ട് കിടന്നു നോക്ക്, പിന്നെ അടക്കാൻ കഴിയൂല. അപ്പൊ എന്ത് വേണം? ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിന് ശക്തി കൂടും, കാൽ ശക്തി കൂടും. അതാണ് കളരിയിലും കരാട്ടയിലൊക്കെ ഉള്ള വിഷയം. എന്താ? ഉപയോഗിക്കലാണ്. സംഗതി ചിലരൊക്കെ ഉണ്ടല്ലോ, അവൻ കരാട്ടക്കാരന് 3 കൈ ഉണ്ടാവും, അവൻ ഉപയോഗിച്ചു എന്നാണ്. ഉപയോഗിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, ശരീരം ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കണം? നമുക്ക് അല്ലാഹു തന്ന കഴിവ്, ആ കഴിവ് ഉപയോഗിക്കണം. ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ശക്തി മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ പറഞ്ഞ വസ്തു ഇത് എവിടെയാ ഖുർആൻ പറഞ്ഞതെന്നറിയോ? ഇത് പറഞ്ഞത് ഒരു മഹാൻ ഒരു സേവനം ചെയ്തു. ആ മഹാന്റെ പേരാണ് കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം. മോശ എന്ന് സാധാരണ ബൈബിളിലും മറ്റൊക്കെ മോശെ എന്നായിരിക്കാം പറയുന്നത്. ഈ മൂസ നബി അലൈഹിസ്സലാം ഒരിക്കൽ നാട് വിട്ടുപോകേണ്ടി വന്നു. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ 2 പെൺകുട്ടികൾ ആട്ടിനെ വെള്ളം കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ആട്ടിന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു ഭാഗത്ത് മാറി നിൽക്കാൻ, ക്യൂ നിൽക്കുകയല്ല, മാറി നിൽക്കാൻ. ആ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് ദയ തോന്നി. ആ പെൺകുട്ടികൾക്ക് ഈ ക്യൂവിലും തിരക്കിലും വന്ന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു പോകരുത്, അവരുടെ മാന്യത കളഞ്ഞു കുളിക്കരുത് എന്ന നിലക്ക് മാറി നിൽക്കുന്നത്. ആ മാറി നിൽക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചെന്തേ, നിങ്ങൾ ആട്ടിനെ കുടിപ്പിക്കാൻ ചെറുപ്പക്കാരും യുവാക്കളൊന്നുമില്ല, നിങ്ങൾ പെണ്ണുങ്ങളായിപ്പോ അല്ലേ? നേരെ പോയിട്ട് അവരെല്ലാളുടെയും ആടുകളെ മൂസാ നബി അലൈഹി സ്വലാം കൂട്ടിക്കൊണ്ടുവന്നു. അവർ ആട്ടിന് വെള്ളം കുടിപ്പിച്ചു. എന്നിട്ട് ആ പെൺകുട്ടികളെ നേരത്തെ തന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞയച്ചു. എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിരുന്നോ? എത്രയാ ശമ്പളം എന്ന് ചോദിച്ചിരുന്നോ? അല്ലെങ്കിൽ വല്ലതും തരുമോ ചോദിച്ചു? ഇല്ല, എനിക്ക് പഠിച്ചവൻ തന്ന ശാരീരിക ശേഷി ഞാൻ ഈ സ്ത്രീകളെ സഹായിക്കാൻ ഉപയോഗിക്കുന്നു. മൂസാ നബി സ്വലാം ആത്മാർത്ഥമായി ചെയ്തൊരു പണിയാണ്. ആ ആത്മാർത്ഥമായ പണി മൂസാ നബി അലൈഹിസ്സലാം ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പിന്നീട് ആ പെൺകുട്ടികൾ പോയി ബാപ്പയോട് വിവരം പറഞ്ഞു. ബാപ്പ വലിയ കാര്യവിവരമുള്ള മഹാനാണ്. എന്നിട്ട് ഈ കുട്ടികൾ പറഞ്ഞു കൊടുത്ത വാചകമാണ് ഏറ്റവും നല്ലത്, വിശ്വസ്തനായ ഒരു വ്യക്തിയാണ്. കാരണം ആ മൂസാ നബി അലൈഹിസ്സലാം ഞങ്ങളെടുത്ത് വന്ന് ആട്ടിനെ കൂട്ടിപ്പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് ഞങ്ങളെ തുറിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങൾ യുവതികളായ പെൺകുട്ടികളാണല്ലോ, സ്വാഭാവികമായും ഒരു വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനാണല്ലോ.
ആ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് ഈ 2 ആട്ടിനെയും ആട്ടിനെ കുടിപ്പിച്ച് പറഞ്ഞേക്കുമ്പോ ഞങ്ങളെ മുഖത്തൊന്ന് നോക്കിയിട്ടൊന്ന് പരിചയപ്പെടാൻ കണ്ണുകൊണ്ട് ഞങ്ങളെ അദ്ദേഹം തുറിച്ചു നോക്കിയിട്ടില്ല. ഞങ്ങളെ അവസ്ഥ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആട്ടിന് വെള്ളം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്പയോട് പറയാനുള്ളത് ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജറതൽ ഖവിയുൽ അമീൻ, ഏറ്റവും നല്ലത്, ജോലിക്ക് വിളിക്കുമ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ശക്തനും വിശ്വസ്തനുമായ ഒരാളാണ്. അദ്ദേഹം വിശ്വസ്തനാണ്. ഞങ്ങളുടെ ഭംഗി നോക്കി ആസ്വദിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്റെ വനിതാ ടീച്ചർമാർ ക്ഷമിക്കണം, ഞങ്ങൾ ചിലപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കൂല. അത് നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല, ഞങ്ങളുടെ മതത്തിന്റെ നിയമമാണ്. മുഖത്ത് നോക്കി അന്യ സ്ത്രീകളോട് സംസാരിക്കരുത് എന്നാണ്. അത് മതത്തിന്റെ നിയമമാണ്. മതത്തിന് പല നിയമമുണ്ട്. നിങ്ങൾ ഒതുവെടുത്തിട്ട് കയറി വരുമ്പോ ഭാര്യനെ തൊട്ടുപോയാൽ ഒതു മുറിയൂന്നാണ്. ഭാര്യനെ തൊട്ടുപോയാൽ ഒതു മുറിയൂന്നാണ്. അവർ 2ാമത് ഒതു എടുക്കണം, ശുദ്ധീകരിക്കണം എന്നാണ് മതത്തിന്റെ ഒരു നിയമമാണ്. അതേ സമയത്ത് ഭാര്യയല്ല, പിന്നെ അന്യ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ ഇസ്ലാം മതം സ്വീകരിച്ചു, അയാളിപ്പോ മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ പെങ്ങൾ ഒരു അമുസ്ലിം സ്ത്രീയാണ്. അദ്ദേഹം ഒതുവെടുത്ത് കയറി വരുമ്പോ അദ്ദേഹം അമുസ്ലിം സ്ത്രീയായ ആ പെങ്ങളെ സ്പർശിച്ചു. എന്നാൽ അദ്ദേഹം നിസ്കരിക്കണമെങ്കിൽ വീണ്ടും കയ്യും കാലൊക്കെ കഴുകണോ? വേണ്ട. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ഇസ്ലാമിൽ വർഗീയതയില്ല. സ്ത്രീകളോട് വെറുപ്പില്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. സ്ത്രീകൾ അവഗണിച്ചിട്ടുമില്ല. ഈ പെണ്ണിനെ തൊട്ടാൽ പെങ്ങളായതുകൊണ്ട് ഒതുമുറിയില്ല. അതേസമയത്ത് ഭാര്യ മുസ്ലിമായിട്ട് കാര്യമില്ല, ഭാര്യനെ തൊട്ടാൽ ഒതുമുറി. അതൊരു മത നിയമമാണ്. നിയമങ്ങൾ അങ്ങനെയാണല്ലോ. ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടു പ്രഭാകരന്, നമ്മൾ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ വർക്ക് ചെയ്യുന്ന പ്രഭാകരൻ എപ്പോഴും ശബരിമലയിൽ കൊല്ലത്തിൽ പോകുന്ന സമയത്ത് സിറാജുൽ ഒരു 100 റുപ്യ തന്നിട്ടാണ് പലപ്പോഴും പോകാറ്. എന്നോട് പ്രാർത്ഥിക്കണമെന്നും പറയും. ആ പ്രഭാകരൻ എത്രയോ കാലമായി നമ്മുടെ ഇവിടെ വർക്ക് നടത്തുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ വർക്ക് നടത്തുന്ന ഫ്രാൻസിസ്, അദ്ദേഹം ഞായറാഴ്ച അദ്ദേഹത്തിന്റെ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മുടെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ലല്ലോ. ഏത് വിഷയത്തിലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എവിടെയും പറഞ്ഞു എന്ന ഖൈറ മൻ ഇസ്തഅ്ജറതൽ ഖവിയുൽ അമീൻ. ആള് ഒന്ന് വിശ്വസ്തനാകണം, ഒന്ന് ശക്തനാകണം. ഇതാണ് ഒരു സ്റ്റാഫിനെ ഏത് രംഗത്ത് നിയമിക്കുമ്പോഴും ഖുർആൻ പഠിപ്പിച്ച തത്വം. വിശ്വസ്തനാകണം. അപ്പൊ ഈ സ്ത്രീകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരു കാരണം അവരാരും മുഖത്ത് നോക്കിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്ത്രീകളോട് ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഈ പറയുന്നത് മനസ്സിലാകാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ ആ ഭാഗത്തിരുത്തി. അതേസമയത്ത് ഞങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്ന രൂപം ഉണ്ടാക്കിയില്ല. കാരണം ഞങ്ങൾ പണ്ഡിതന്മാർ, ഞങ്ങൾക്ക് മതനിയമം ഞങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ്. അല്ല നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടില്ല. എന്നാൽ അത്യാവശ്യത്തിന് കണ്ടൂടെ? അത്യാവശ്യത്തിന് കാണാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു അന്യ സ്ത്രീയോട് ഒരു പശുവിനെ വാങ്ങുകയാണ്. അപ്പോ ഒരു ഐശുവിന്റെ പശുവാണ്, അല്ലെങ്കിൽ ഒരു കല്യാണീന്റെ പശുവാണ്. ഒരു സ്ത്രീ, ഒരു ആയിഷ അല്ലെ ഒരു കല്യാണിയോ അല്ലെ ഒരു മറിയാമ, അവളോടൊരു പശുവിനെ വാങ്ങാൻ. പശുവിന് വിലയൊക്കെ ചോദിച്ച് അങ്ങനെ 15,000 റുപ്യക്ക് വാങ്ങി. ഈ 15,000 റുപ്യ വാങ്ങിയാൽ 15,000 റുപ്യ കൊടുക്കണ്ടേ? അപ്പൊ ഞാൻ എന്തായാലും ഐശുവിന്റെ മുഖത്ത് നോക്കില്ല വെച്ച് മുസ്ലിയാർ എന്ത് ചെയ്തു? പൈസ കൊടുക്കാൻ നോക്കി. ചിലപ്പോ കുഞ്ഞാമി വാങ്ങിയിട്ടൊക്കെ പോകും. അപ്പൊ ഐശുവിന് എന്നെ കിട്ടണ്ടേ ഇപ്പാണോ? അപ്പൊ ഐശുവിന്റെ മുഖത്ത് നോക്കാം. അവിടെ അത് ആവശ്യത്തിന് നോക്കുകയാണ്, ആവശ്യമില്ലാണ്ട് നോക്കിക്കൂടാ. അപ്പൊ അത്യാവശ്യങ്ങൾക്ക് നോക്കുന്നതിന് മതം വിരോധിച്ചിട്ടില്ല. അതേസമയത്ത് അത്യാവശ്യമില്ലാതെ നോക്കാൻ പാടില്ല. ഡോക്ടർമാർക്ക് നോക്കാം, അതുപോലെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നോക്കാം, അല്ലാതെ നോക്കാൻ പാടില്ല. അത് നിയമമാണ്. ഈ നിയമം പാലിക്കുമ്പോ ഞാൻ പറയാം, നമ്മുടെ വനിതാ ടീച്ചർമാർക്കൊന്നും തെറ്റിദ്ധരിക്കരുത്. എന്റെ ഉസ്താദ് ഇങ്ങനെയൊക്കെ വലിയ വിശാലമായ പ്രസംഗം നടത്തിയിട്ട് നമ്മളെ മുഖത്തൂക്കി സംസാരിക്കൂല ഉസ്താദ്. അത് നിങ്ങളോട് വെറുപ്പിടിച്ചിട്ടില്ല. അതൊരു മതനിയമം പാലിക്കുകയാണ്. മതനിയമം എവിടെയും പാലിച്ചിരിക്കണം. അത് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന, പ്രത്യേകിച്ച് മതഭക്തിയുള്ള ഒരാളുടെ കടപ്പാടാണ്. അത് അയാൾ പാലിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അയാൾ റെഡിയില്ല എന്നാണ്. അത് ഏത് മതക്കാരനായിരുന്നാലും അയാൾ ആ മതത്തിന്റെ നിയമം പാലിക്കുന്നതിന് അർത്ഥം അയാൾ റെഡിയില്ല എന്നാണ്. അയാൾ എന്തും ചെയ്യുന്നതാണ് എന്റെ അർത്ഥം. അപ്പൊ ഇരിക്കട്ടെ, അതേ സമയത്ത് ആ കുട്ടികൾ പറഞ്ഞ വാക്ക് ഖുർആൻ എടുത്ത് ഉദ്ധരിച്ചത് എന്തിനാണ്? ഒരു സ്റ്റാഫിനെ നിശ്ചയിക്കുമ്പോൾ നോക്കേണ്ടത് അയാളെ സമുദായം ഏതാണ് എന്നല്ല, അല്ലെങ്കിൽ അയാൾ എന്താണ് അയാളെ പാർട്ടി എന്നല്ല നോക്കേണ്ടത്. അൽ ഖവിയു അൽ അമീൻ. 2 കാര്യമാണ്. ഒന്ന് ശക്തൻ, ആ വിഷയത്തിന് കൊള്ളണം. മറ്റൊന്ന് അൽ അമീൻ, വിശ്വസ്തനായിരിക്കണം. എല്ലാ രംഗത്തും വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിക്കണം. അതെങ്ങനെ മനസ്സിലായി ഈ കുട്ടികൾക്ക് മനസ്സിലായത്, ജോലി ഏൽപ്പിക്കാതെ, ഒരു നയാകാശം ശമ്പളം പറയാതെ, കൂലി പറയാതെ, 2 പെൺകുട്ടികൾ ആട്ടിനെ മെക്കാൻ വേണ്ടി പോയ 2 പെൺകുട്ടികൾ ആട്ടിന് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി മാറി നിൽക്കുന്നത് കണ്ടപ്പോ ഒരു നയാകാശം കിട്ടിയില്ലെങ്കിലും ഞാൻ സേവനം ചെയ്യുന്നു എന്ന നിലക്ക് ഈ ആട്ടിനെ വെള്ളം കുടിപ്പിച്ച ഒരു മഹാനാണല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഏതായിരുന്നാലും ആത്മാർത്ഥതയുള്ള സേവകനാണ് എന്നുറപ്പാണ്. അവിടെയാണ്
ഒരു മനുഷ്യന്റെ ഉന്നത സ്ഥാനം. നമ്മുടെ മാക്കൂല് മുഹമ്മദ് ഹാജി, അദ്ദേഹത്തെ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല, അദ്ദേഹത്തെ ഞാൻ സ്റ്റാഫാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഞാൻ അദ്ദേഹത്തെ സ്റ്റാഫാക്കിയത് കുറെ കാലം ഒരു നയാകാശം വാങ്ങാതെ, ഒരു നയാകാശം കൊടുക്കാതെ എന്റെ കൂടെ ഉറക്കമൊഴിച്ച് അദ്ദേഹം കണക്കെഴുതാനും പ്രവർത്തിക്കാനും എന്റെ കൂടെ ഉണ്ടായി. ഒരു നയാകാശ അയാൾ ശമ്പളം ചോദിച്ചിട്ടില്ല, ഞാനൊരു നയാകാശ അയാൾ കൊടുത്തിട്ടില്ല. കുറേ കാലം. അതിന്റെ ശേഷം എനിക്ക് തോന്നി ഇയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേന്ന്. അങ്ങനെ ഞാൻ കൊടുത്തു. അത് അയാൾ അങ്ങനെ ചെയ്തു. അയാൾക്ക് ചെയ്യാൻ ബാധ്യതയുണ്ട്. അയാളെ നാട്ടിലായി സ്ഥാപനമൊക്കെ ഉണ്ടാക്കിയ ഞാൻ പേരോട്ടുണ്ടാക്കിയിട്ടില്ല. അയാൾക്കതിന് ബാധ്യതയുണ്ട്. അതിന് പേരോട് ഞാൻ അങ്ങനത്തെ ഒറ്റ സ്ഥാപനം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞാനൊട്ട് ഇതുവരെ ശമ്പളം പറ്റിയിട്ടില്ല. അപ്പോ അദ്ദേഹം അങ്ങനെയാണ് സ്റ്റാഫായി വരുന്നത്. ഇന്നും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന സേവനം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോ സ്റ്റാഫുകളും ശമ്പളം പറ്റിയാലും പറ്റിയില്ലെങ്കിലും വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരിക്കലും പണത്തിന് വേണ്ടിയോ ശമ്പളത്തിന് വേണ്ടിയോ എന്ന ചിന്തയില്ലാതെ എനിക്ക് സേവനം ചെയ്യണം എന്ന ചിന്തയിൽ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ സഹകരണം നിങ്ങൾ ഇതുവരെ ഉണ്ടായതുപോലെ ഇനിയും ഉണ്ടാകണം എന്നുണർത്തുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു അടക്ക വീണത് കണ്ടു. ഒരു മുതലുമില്ല, അതെടുത്ത് നമുക്ക് ഓഫീസിൽ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കാം. ഒരു തേങ്ങ വീണത് കണ്ടു, ഒരാൾ വിളിച്ചിട്ട് അവിടെ ഒരു തേങ്ങ വീണിട്ടുണ്ട്, കുട്ടികളെ എടുത്തുകൊണ്ട് വെക്കണമെന്ന് പറയാം. ഞാൻ പറയട്ടെ, ക്യാൻറ്റീനിലെ സ്റ്റാഫുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാകാം. കുറെ മടലുകൾ അല്ലെങ്കിൽ ഓലകൾ ഇങ്ങനെ വീണ് അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഓലകൾ, ഞാൻ ഉദാഹരണം പറയാം, ആ ഓലകൾ വേണമെങ്കിൽ വൈകുന്നേരം കുറച്ച് കുട്ടികളെ കൂട്ടിയിട്ട് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇറങ്ങി അതൊക്കെ മുറിച്ച് കഷ്ണാക്കി ക്യാൻറ്റീനിൽ എത്തിച്ചു കൊടുത്താൽ നമുക്ക് വിറവ് വാങ്ങുന്ന സ്ഥലത്ത് ലാഭം കിട്ടും. ലാഭം കിട്ടിയാൽ അത് ഈ സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഉപകാരം ചെയ്യും. എന്തെങ്കിലും കൂടുതൽ കിട്ടിയാൽ ചിലപ്പോൾ ശമ്പളം കുറച്ച് കൂട്ടിക്കൊടുക്കാൻ നമുക്ക് തോന്നും. അങ്ങനെയല്ലേ, ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് തോന്നും. അതിന് സ്റ്റാഫുകൾ, ഉദാഹരണം പറയാ, ദേവ കോളേജിൽ സ്റ്റാഫുകളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്റ്റാഫുകളുണ്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കുറെ ഓല വീണത് കാണുന്നുണ്ട്. വൈകുന്നേരം കുട്ടികളെ നമുക്കൊന്ന് മുറിച്ചിട്ട് കഷ്ണാക്കി അതൊക്കെ നമുക്ക് വിറക് കൂടെ എത്തിച്ചാൽ കുറെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ആ കുട്ടികളെ കൊണ്ട് അവർ കളിക്കുന്ന സമയത്ത് ചെയ്യിപ്പിക്കാമല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഓരോന്നും ഓരോരുത്തരും ശ്രമിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യം കിട്ടും. വെറുതെ ഒരു ബൾബ് കത്തുന്നു, നമ്മളെ ശ്രദ്ധയപ്പെട്ടു, അത് ലൈറ്റ് ഓഫാക്കേണ്ടത് വാച്ച്മാൻ തന്നെ, അതൊക്കെ ശരി, അത് വാച്ച്മാൻ തന്നെ ഓഫാക്കണം, നമ്മൾ ഓഫാക്കിയാൽ ഓഫാവൂലേ? അതേ സമയത്ത് പരമാവധി ഫാൻ ഇടാതിരിക്കണം. ഫാൻ വെറുതെ കറങ്ങുന്നുണ്ടോ നോക്കണം. റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഫാനും കറക്കിയിട്ട് ഇറങ്ങി വരുന്നത്. കാരണം വെറുതെ ഇരിക്കുന്ന കസേരയ്ക്ക് ഫാൻ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഫാൻ ഓഫാക്കാൻ മറന്നു പോരുത്, ബൾബ് കെടുത്താൻ മറന്നു പോരുത്. കാരണം ഇത് നഷ്ടമാണ്. അപ്പൊ നമുക്ക് ഒരു ബൾബ് അങ്ങ് കത്തിയാൽ എന്താ വരിക? അങ്ങനെ ഞാനും വിചാരിച്ചിട്ട് പണ്ട് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അന്ന് 10 പൈസയാണ് ബസ്സിന് ചാർജ്. 10 പൈസ. ഈ 10 പൈസ ഓരോരുത്തരോട് വാങ്ങിയിട്ട് എന്താ കാര്യം? അയാൾക്ക് ഇപ്പൊ എത്ര ബസ് ഉണ്ട് നിങ്ങൾ? 10 പൈസ വാങ്ങിയിട്ട് എത്ര ബസ് ഉണ്ട് എന്നറിയോ? ചെറിയ സംഖ്യ തന്നെയും വലുതാകുന്നത്. മഴത്തുള്ളി ഓരോ തുള്ളി ഇറങ്ങുമ്പോൾ ചെറിയ തുള്ളിയാ. പിന്നെ വെള്ളപ്പൊക്കായിട്ട് നമ്മൾ തന്നെ ഒഴിഞ്ഞു പോണ്ടി വരുന്നത് ഈ മഴ പെയ്തിട്ടാ. ചെറിയ തുള്ളിയാ. കുറെ തുള്ളി കൂടിയപ്പോഴാണ് വെള്ളപ്പൊക്കായത്. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്നിനെയും വിടാൻ പാടില്ല. ചെറുതൊക്കെ വലുതാ എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. എല്ലാവരോടും നല്ല പെരുമാറ്റം വേണം. എത്ര കടുത്ത എതിരാളികളോടും നല്ല പെരുമാറ്റം വേണം. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് വിഷയം നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ നന്മയുടെ വക്താക്കളായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. ഫലം പ്രതിഫലം, ഇങ്ങനെ 2 വിഷയമുണ്ട്. ഫലം പ്രതിഫലം. ഉദാഹരണം പറഞ്ഞാൽ ഈ മൈക്ക് സെറ്റ് ഇവിടെ വർക്ക് ചെയ്തതിന്റെ പ്രതിഫലം അത് നമ്മളെ KSSന്റെ ആൾക്കാർക്കായി. അതിന്റെ ഫലം നമുക്ക് എല്ലാവർക്കും. ഫലം നമുക്കാണ്. അല്ലാതെ സെലീമിന് ഇപ്പൊ അതിന്റെ ഫലമില്ല, അയാളെ നാട്ടിൽ കുതിരിക്കുകയാണ്. സെലീമിനിന്റെ വാടകയാണ്. പ്രതിഫലം അയാൾക്കാണ്. ഫലം ഇവിടെയുള്ള നമുക്കാ. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എടുക്കുന്ന സേവനത്തിന് ഒരുപക്ഷെ നമ്മൾ പ്രതിഫലം പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം ഇവിടെ ഒരുപാട് ജനങ്ങൾക്കാണ്. ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫലമാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. വാടക കിട്ടിയില്ലെങ്കിൽ തിരക്കേടില്ല, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്നാ സലീം ചിന്തിക്കേണ്ടത്. സലീം ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അയാൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഓരോരുത്തരും ഫലവും പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ബോധത്തോടുകൂടി നമുക്കുണ്ടാകണം. സ്നേഹം, സഹകരണം നമ്മുടെ മുഖമുദ്രയായിരിക്കണം. ഒരിക്കലും തന്നെ നമുക്ക് പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകരുത്. വളരെ അങ്ങേയറ്റത്തെ സ്നേഹം നമുക്കുണ്ടാകണം.
നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സഹപ്രവർത്തകൻ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവിടെ സഹകാരികളായിരിക്കണം. ഒരു ടീച്ചർക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മളൊക്കെ അതിൽ സഹകാരികളായിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ അതിനോട് സഹകരിക്കണം. നമ്മുടെ സ്റ്റാഫിന് ഒരു പ്രശ്നം വന്നാൽ മാനേജ്മെന്റ് സഹകരിക്കണം. അങ്ങനെ അങ്ങേയറ്റത്തെ സഹകരണ ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മെ നയിക്കുന്നത് നമ്മുടെ ആത്മീയമായ, ധാർമ്മികമായ ചിന്തയായിരിക്കണം. ഖുർആൻ പറഞ്ഞൊരു വാക്കുകൂടി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഖുർആൻ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു വിഷയം ആണ് ഖുർആനിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. അത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാൻ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകൾക്ക് നന്മ ചെയ്യണം. വൽ മസാക്കീൻ, അഗതികൾക്ക് നന്മ ചെയ്യണം. ഖുർആന്റെ ശൈലി കണ്ടോ നിങ്ങൾ? ബാപ്പക്കും ഉമ്മക്കും നന്മ ചെയ്യണം ഫസ്റ്റ്. മാതാപിതാക്കൾ, അച്ഛനമ്മമാർ, അവർക്ക് നന്മ ചെയ്യണം. വബിദിൽ ഖുർബ, കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം. വൽ യതാമ, അനാഥകൾക്ക്, ബാപ്പയില്ലാത്ത മക്കൾക്ക് അവർക്ക് നന്മ ചെയ്യണം. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ അനാഥകൾക്ക് ഫ്രീയാണ്. ഞാൻ ഇന്നാളെ നാദാപുരത്ത് പോയപ്പോൾ ആരോ എന്നോട് പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്കൂളിലെ കുട്ടികളെ അതുപോലെ തന്നെ ബിൽഡിങ്ങും കാണിച്ചിട്ട് എത്തിയും കുട്ടികളാന്ന് പറഞ്ഞിട്ട് പിരിവെടുക്കുന്നുണ്ട് എന്ന് ആരോ പറഞ്ഞു. എനിക്ക് മനസ്സുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പറഞ്ഞുപോയി, അവരെ ഞാൻ പടച്ചവന്റെ കോടതിയിൽ നിന്ന് കുരലിന് പിടിക്കുക. ഞാനങ്ങനെ പറയാൻ കാരണം എന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ്. കാരണം എനിക്കെന്താണ് അതിന്റെ ആവശ്യം? എന്റെ കുട്ടിയും പഠിക്കുന്നില്ല ദാറുൽ ഹുദയിൽ, ആ കുട്ടി യതീമാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കെന്താണ്? അതുകൊണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും പഠിക്കുന്ന ഈ സയൻസ് കോളേജാണ്, 1 കോടി റുപ്യയുടെ ബിൽഡിംഗ് ആണെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ അറബികൾ, അത്ര നല്ല വിശാലമായ മനസ്സിലുള്ള അറബികളോട് ഞാൻ പോയി കള്ളം പറയേണ്ട ആവശ്യം എനിക്കെന്താണ്? യാതൊരു ആവശ്യവും ഇല്ല, പറയേണ്ട ആവശ്യമില്ല. നമ്മൾ സിറാജുൽ ഹുദയുടെ ഡോക്യുമെന്ററി ഇറക്കിയിട്ടുണ്ട്, കൊല്ലങ്ങളായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന പേരിൽ ഒരു CD ഇറക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അത് ഓരോന്ന് വാങ്ങണം, 5 പൈസയും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് വാങ്ങണം. ഉള്ളത് പോയിട്ട് ആദ്യത്തെ ഷെഡ് മുതൽ നിങ്ങൾ കാണണം. ഇവിടെ പിടിച്ചതുണ്ടോ എന്ന് എനിക്കറിയില്ല, പിടിച്ചതൊക്കെ തീർന്നു പോയിരിക്കും തോന്നുന്നു. പിടിച്ചില്ലെങ്കിൽ സാധാ പിന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരും. നിങ്ങളൊക്കെ അത് വാങ്ങി ഒന്ന് കണ്ടു നോക്കണം. അതിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേറെ തന്നെ കാണിക്കുന്നുണ്ട്, യതീംഖാന വേറെ കാണിക്കുന്നുണ്ട്, ബോർഡിംഗ് അതുപോലെ തന്നെ ദേവാ കോളേജ് വേറെ കാണിക്കുന്നുണ്ട്, അറബി കോളേജ് വേറെ കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണ് ഒന്ന് മറ്റൊന്നാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അല്ലെ ഇതുകൊണ്ട് എന്താ ഇവിടെ സമ്പാദിക്കാൻ ഉദ്ദേശിച്ചത്? ഇതൊരു സൊസൈറ്റിയുടെ പേരിൽ, സൊസൈറ്റിയാണ്. കാന്തപുരം സാഹിന്റെ പ്രസിഡന്റാണ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, തങ്ങൾ വൈസ് പ്രസിഡന്റാണ്, ബഹുമാനപ്പെട്ട PCS തങ്ങൾ അതിന്റെ ഖജാൻജിയാണ്, തങ്ങൾ പ്രായമുള്ള ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ പലരും ഉണ്ട്. അലിബാഫക്ക് തങ്ങൾ വൈസ് പ്രസിഡന്റാണ്, നമ്മുടെ പ്രൊഫസർ മഹമ്മൂദ് സാഹിബ് ഇതിന്റെ സെക്രട്ടറിമാരിൽ ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു ന്യായാവകാശവും കാര്യമില്ല. എന്റെ ഭരണഘടനത്തിന്റെ എഴുതി എന്താണ്? ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കും അവകാശമായി എടുക്കാൻ പറ്റൂലെന്നും കിട്ടൂലെന്നും, അഥവാ ഒരു കലക്കും ഇത് കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സമയത്ത് സർക്കാരിനെ ഏൽപ്പിക്കണമെന്നാണ്. പിന്നെ ഇതിന് നമുക്കെന്ത് അവകാശം? ആർക്കും ഒന്നും ഇതുകൊണ്ട് കിട്ടാനില്ല. പിന്നെ എന്തിന് കളവ് പറയണം, എന്തിന് തെറ്റിദ്ധരിപ്പിക്കണം? പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കണ്ണിയും തേളും അതും ഉണ്ടല്ലോ ലോകത്ത്. അങ്ങനത്തെ ജനങ്ങളുണ്ടല്ലോ മനുഷ്യന്മാര്. അള്ളാഹു അവരെ നന്നാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പറഞ്ഞത് പരസ്പര സഹകരണവും, തെറ്റിദ്ധാരണകൾ പരത്തുന്നവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്താൻ സ്റ്റാഫുകളായ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കണം. നിങ്ങൾക്കാണ് ഈ സ്ഥാപനത്തിന്റെ മഹത്വം പൊക്കിപ്പിടിക്കാൻ സാധിക്കുക, നിങ്ങൾക്കാണ് ഈ സേവനത്തിൽ ഏറ്റവും സഹകരിക്കാൻ സാധിക്കുക. ആ സഹകരണം നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം എന്ന് എന്റെ സഹപ്രവർത്തകർ എന്ന നിലക്ക് എല്ലാ സ്റ്റാഫുകളോടും അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചെയ്യുന്ന സേവനങ്ങൾ അത് ഒരു നല്ല പ്രവർത്തനമായി ലോകത്തിന്, രാഷ്ട്രത്തിന്, സമൂഹത്തിന്, സർവ്വമതക്കാർക്കും നന്മ ചെയ്യുന്ന പ്രവർത്തനമായി പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ഇല്ലാതെ, അതുപോലെ ആത്മീയ ചിന്തയില്ലാത്തതിന്റെ പേരിലാണ് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയായ വിദ്യാഭ്യാസം മനുഷ്യനുണ്ടായാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ജീവിയായിരിക്കും. ആ ജീവികളെ വളർത്തിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്ന ബോധം നമുക്കുണ്ടാകണമെന്നും, അധ്യാപകന്മാരല്ലാത്ത സ്റ്റാഫുകൾ അവരാണ് നമ്മുടെ യന്ത്രം വർക്ക് ചെയ്യിപ്പിക്കുന്നവർ. എല്ലാ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യിപ്പിക്കുന്ന ഓഫീസ് ടീമാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയേറെ 24 മണിക്കൂറും നമ്മുടെ സ്ഥാപനം ചിന്തിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ 24 മണിക്കൂർ ചിന്തിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, വർക്കിലും ഞാൻ ചിന്തിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ എപ്പോഴും നമ്മുടെ ചിന്ത അതായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. ഇവിടെ വളണ്ടിയറായിട്ടുള്ളതിൽ കുറ്റ്യാടി സ്കൂളിലെ സ്കൗട്ട് കുട്ടികളുണ്ട്, അതുപോലെ
വേറെ കുട്ടികൾ ഉണ്ട്, ദേവാ കോളേജിലെ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ അറബി കോളേജിലെ കുട്ടികൾ പല നിലക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളും അവരെ സേവനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, ഇന്നുവരെയും ചെയ്തിട്ടുണ്ട്, സ്റ്റാഫുകൾ ചെയ്തിട്ടുണ്ട്, രക്ഷിതാക്കൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല നല്ല വിദ്യാഭ്യാസം കൊടുക്കട്ടെ. അവരെ പരീക്ഷകളിലൊക്കെ അള്ളാഹു തആല നല്ല വിജയം നൽകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാക്കണം റഹ്മാനെ. ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും സർവ്വ സമുദായങ്ങൾക്കും സർവ്വ മതക്കാർക്കും സർവ്വ ജനങ്ങൾക്കും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. മനുഷ്യരായി കാണുന്ന, സമൂഹത്തിന് സേവനം ചെയ്യുന്ന, രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്ന, മാതാപിതാക്കളായി ആദരിക്കുന്ന, പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന, ചെറിയവരോട് കാരുണ്യം കാണിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന, സൗഹാർദ്ദവും സഹകരണവും പ്രകടിപ്പിക്കുന്ന നല്ല മക്കളായി ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഞങ്ങളെ മക്കളെയും നീ വളർത്തിയെടുക്കണം റഹ്മാനെ. അവർക്കാവശ്യമായ എല്ലാ അറിവുകളും അത് പഠിക്കാനുള്ള ബുദ്ധിയും നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവർക്ക് അലസത നൽകാതെ, പ്രയാസം നൽകാതെ ഞങ്ങളെ കുട്ടികൾ, ഞങ്ങൾ അധ്വാനിച്ച് പഠിപ്പിച്ച കുട്ടികൾ അവർ വളരെ ഉന്നതന്മാരായ സ്ഥാനങ്ങളിലിരുന്ന് ഞങ്ങളെ പ്രായമുള്ള കാലഘട്ടങ്ങളിൽ അത് കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഏറ്റിത്തരണം റഹ്മാനെ. ഈ സ്ഥാപനത്തിലേക്ക് പാവപ്പെട്ട എന്നോട് സഹകരിച്ചു കൊണ്ടുവന്ന എന്റെ സഹപ്രവർത്തകരായ ഈ സ്റ്റാഫുകൾ, അല്ലാഹുവേ, ഇത് നീ തന്നതാണ്, നീ തന്ന ഒരു സ്നേഹവും ബന്ധവുമാണ്. ഈ ബന്ധം അത് നല്ല ബന്ധമായി നീ നിലനിർത്തി തരണം റഹ്മാനെ.